സർ 2026 നമ്മുടെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ആണ് വിഷയം. നമ്മൾ പല ജില്ലകളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഈ പത്തനംതിട്ട ജില്ല കേവലം 5 മണ്ഡലങ്ങളെ അവിടെ ഉള്ളൂ. ഇപ്പോഴത്തെ പത്തനംതിട്ട ജില്ലയുടെ സ്ഥിതി എങ്ങനെയാണ്? കഴിഞ്ഞ തവണ, അതായത് 2021 LDF തൂത്തുവാരി കൊണ്ടുപോയതാണ്. 5 സീറ്റും LDF ജയിച്ചു. UDF ഒന്നുപോലും കിട്ടിയില്ല. എന്നാൽ ലോക്സഭയിൽ വരുമ്പോൾ ഈ പത്തനംതിട്ടയിൽ നിന്ന് UDF ജയിക്കുകയുള്ളൂ. ഈ 2026 അന്തരീക്ഷം എങ്ങനെയാണ്? ആർക്കാണ് അനുകൂലം? LDF-നാണോ UDF-നാണോ? BJP അത്ഭുതങ്ങൾ എന്തെങ്കിലും കാഴ്ചവെക്കാൻ സാധ്യതയുണ്ടോ പത്തനംതിട്ടയിൽ? ഈ 2026 എന്ന് പറയുന്നത് UDF-ന് വലിയൊരു പ്രതീക്ഷ നൽകുന്ന വർഷമാണ്. അതെ, കാരണം നിലമ്പൂരിലെ ആ വിജയമാണ് അവർക്ക് കൂടുതൽ ആവേശം പകർന്നിരിക്കുന്നത്. അപ്പോൾ ഒത്തൊരുമയോടുകൂടി പോകാം എന്ന് UDF-ഉം അതുപോലെ തന്നെ കോൺഗ്രസിനകത്തുള്ളവരും കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ജില്ല തിരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്താൽ, ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ 5 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഈ 5 നിയമസഭാ മണ്ഡലങ്ങൾ ഇപ്പോൾ LDF-ന്റെ കയ്യിൽ തന്നെയാണ്. പ്രശാന്ത് പറഞ്ഞതുപോലെ അതെ, റാന്നി, കോന്നി, ആറന്മുള, അടൂർ, തിരുവല്ല. ഇതിൽ 2 മണ്ഡലങ്ങൾ ഒന്ന് മന്ത്രിയുണ്ട് ആറന്മുളയിൽ, അടൂരിലെ ചിറ്റയം ഗോപകുമാർ, അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കർ. അത് സംവരണ മണ്ഡലം കൂടിയാണ്. സംവരണ മണ്ഡലം. അപ്പൊ ഇതിന് പൊതുവെ ഈ പത്തനംതിട്ടയ്ക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു UDF സമീപനമാണ് ഉള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പത്തനംതിട്ട മണ്ഡലത്തില് കോട്ടയത്തെ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും കൂടി ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ശബരിമല സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കേട്ടോ പത്തനംതിട്ട. അതുകൊണ്ട് തന്നെ 2019 BJP-ക്ക് വലിയ പ്രതീക്ഷയുണ്ടായി. കെ സുരേന്ദ്രൻ മത്സരിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കി. 2024 വന്നപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത് 2019 അങ്ങോട്ട് BJP-യിലേക്ക് പോയ വോട്ടെല്ലാം തിരിച്ചു പിടിച്ചു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഈ ലോക്സഭയിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് നോക്കുമ്പോൾ UDF-ന് വലിയ സാധ്യതയാണ് ഉള്ളത്. ഇപ്പൊ നമ്മൾ റാന്നി മണ്ഡലം എടുത്ത് നോക്കിയാൽ, റാന്നി മുൻകാലങ്ങളിൽ കോൺഗ്രസിന്റെ കയ്യിലിരുന്ന മണ്ഡലമാണ്. പിന്നീട് അത് മാറി. പത്തനംതിട്ട ജില്ല കോൺഗ്രസ് ജില്ലയാണ്. കോൺഗ്രസ് ജില്ല എന്ന് പറയാൻ പറ്റില്ല, മാറി മറിഞ്ഞ് വന്നിട്ടുണ്ട് അതിനകത്ത്. കാരണം ആറന്മുളയും അടൂരും ഒക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ റാന്നിയിൽ സുരേന്ദ്രനൊക്കെ അവിടെ ജയിച്ചിട്ടുണ്ട്. അതെ, റാന്നിയിൽ പണ്ട് കാലങ്ങളിൽ കോൺഗ്രസിന്റെ ഒരു തട്ടകമായിരുന്നു. പിന്നീട് അത് മാറി CPM-ലേക്ക് വന്നു. രാജു എബ്രഹാം MLA ആയിട്ടുണ്ട്. രാജു എബ്രഹാം 5 തവണ എന്ന് പറഞ്ഞാൽ 25 വർഷം റാന്നിയിലെ ജ്യോതി ബസു എന്നാണ് അറിയപ്പെടുന്നത് രാജു എബ്രഹാം. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി. അതെ, പത്തനംതിട്ട. അവിടെ നിന്ന് അദ്ദേഹം 2016 മന്ത്രിയാകുമെന്ന് കരുതിയതാണ് കേട്ടോ. പിണറായി കൊടുത്തില്ല. VS പക്ഷക്കാരനായതുകൊണ്ടുള്ള കെറുവിപ്പാണ് അത്. പക്ഷെ കൊടുക്കേണ്ടതായിരുന്നു. അതെ, അദ്ദേഹം ഇത്രയും സീനിയറായ നല്ലൊരു നിയമസഭാ സാമാജികനാണ്. അദ്ദേഹത്തെ പറ്റി പറയാറുണ്ട്, CPM-ലെ കോൺഗ്രസ്സുകാരെന്നും പറയാറുണ്ട് കേട്ടോ. ഈ കോൺഗ്രസ്സുകാരെ പോലെ വടിവൊത്ത് ഷർട്ടൊക്കെ ഇട്ട് നല്ല ചിരിയോടുകൂടി നടക്കുന്നു. അത് തമാശയ്ക്ക് പറയുന്നതാണ്. പിന്നെ അവർ റാന്നിയിൽ ഈ കഴിഞ്ഞ തവണ 2021 നമുക്കറിയാം LDF-ലേക്ക് ജോസ് കെ മാണി വിഭാഗം അങ്ങ് ചേക്കേറിയില്ലേ. ഈ റാന്നി മണ്ഡലം ജോസ് കെ മാണിക്ക് കൊടുത്തു കേരള കോൺഗ്രസ്. അവിടെ വന്നപ്പോൾ പ്രമോദ് നാരായണനെ നിർത്തി ജയിച്ചു. ഈ ജയിച്ച വോട്ട് 1500 പര വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. എങ്കിലും ജയിച്ചു. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അതായത് ഒരു ഭരണവിരുദ്ധ തരംഗം കേരളത്തിൽ നിൽക്കുമ്പോൾ ഈ 1500 ഒന്നുമല്ല, അതിനെ കടത്തി വെട്ടി UDF-ന് നിഷ്പ്രയാസം ഇത് അവരുടെ കോട്ടയാക്കാൻ കഴിയുമെന്നുള്ളത്. നല്ല സ്ഥാനാർത്ഥിയെ നിർത്തണം, ഒരുമയോടുകൂടി പ്രവർത്തിച്ചാൽ റാന്നി അവർക്ക് തിരിച്ചു പിടിക്കാം. എങ്ങനെയുണ്ട് സാർ കോന്നിയിലേക്ക് വന്നാല്, കോന്നി എന്ന് പറയുമ്പോൾ അറിയാവാറില്ല, എനിക്ക് ഈ അടൂർ പ്രകാശിനെ ഓർമ്മ വരുന്നത്. അതെ, അടൂർ പ്രകാശിനെ വിളിച്ചുകൊണ്ട് വന്നതാണ് ആറ്റിങ്ങല്. എന്തിനാ വിളിച്ചുകൊണ്ട് വന്നതിന് പ്രശാന്തിന് അറിയാമല്ലോ. പാര വെച്ചതാണ് ശരിക്കും പറഞ്ഞ. അല്ല, 2019 ഈ ആറ്റിങ്ങൽ പിടിച്ചെടുക്കാൻ വേണ്ടി സമ്പത്തിന്റെ ഒരു ഉറച്ച കോട്ടയായി മാറിയ ആറ്റിങ്ങല് 2009 2014 ഒക്കെ അവിടെ UDF-ന് ജയിക്കാൻ സാധിച്ചില്ല. മാറി പലരെയും പരീക്ഷിച്ചു. പക്ഷേ അത് LDF LDF-ന്റെ ഉറച്ച കോട്ടയാക്കി അതിനെ മാറ്റിയിരുന്നു.
അവിടെ ഒരു അട്ടിമറി നടത്തി 19-ൽ അടൂർ പ്രകാശ് അത് പിടിച്ചെടുക്കുകയായിരുന്നു. പക്ഷെ പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രമല്ല, 2019-ൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുമെന്നൊക്കെ ഇവര് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അടൂർ പ്രകാശിന് എന്തെങ്കിലും കേന്ദ്രത്തിൽ ഒരു സ്ഥാനമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് കോന്നിയിൽ നിന്ന് വണ്ടി കയറ്റി വിട്ടു. അടൂർ പ്രകാശ് അല്ലേ എവിടെ ചെന്നാലും അടൂർ പ്രകാശിന് വലിയ ജനകീയനാകും, വിജയിച്ചു. 2024 അദ്ദേഹം പറഞ്ഞത് എനിക്ക് കോന്നിയിലോട്ട് പോകണമെന്നാണ് പറഞ്ഞത്, എന്നിട്ടും പിടിച്ച് അവിടെ നിർത്തി. അദ്ദേഹത്തിന് തോറ്റാ മതി എന്നായി. ആറ്റിങ്ങലുകാർ വിട്ടില്ല, ജയിപ്പിച്ചേ വിട്ടുള്ളൂ, വീണ്ടും ജയിച്ചില്ലേ. അപ്പൊ ഈ കോന്നി, ഞാൻ കോന്നിയിലൂടെ ഇടയ്ക്കിടയ്ക്ക് സഞ്ചരിക്കുന്നവനാണ്. കോന്നിയുടെ ചിത്രമൊക്കെ അങ്ങ് മാറിയെന്നേ, ആകെ വലിയൊരു ടൂറിസ്റ്റ് സാധ്യതയുള്ള ഇടമൊക്കെയായി മാറി. ആനക്കോട്ടയുണ്ട്, തൊട്ടപ്പുറത്ത് ആ പുഴയിലൂടെ വലിയ സഞ്ചാരം കാര്യങ്ങളും ഒക്കെയുണ്ട്, ടൂറിസ്റ്റുകളുടെ ഒരു ഇടമായി. ഇതെല്ലാം കൊണ്ടുവന്നത് അടൂർ പ്രകാശിന്റെ സമയത്താണ്. അതിനുശേഷം അടൂർ പ്രകാശ് അങ്ങോട്ടേക്ക് പോയപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പ് വഴി കയറിയതാണ് നമ്മുടെ ജനീഷ് കുമാർ. ജനീഷ് കുമാർ കാണിച്ചിട്ടുള്ള വിപ്ലവങ്ങളൊക്കെ അറിയാമല്ലോ. അവിടെ ഫോറസ്റ്റ് ഓഫീസിലും ഒക്കെ പോയി കിടന്ന് ബഹളം വെച്ചതും പോലീസ് സ്റ്റേഷനിൽ. പണ്ട് പത്മകുമാർ മത്സരിച്ചിട്ടുള്ള മണ്ഡലമാണ്. പത്മകുമാർ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ തോപ്പിൽ ഭാസി മത്സരിച്ചിട്ടുണ്ട് കോന്നിയില്. തോപ്പിൽ ഭാസിയോടെ മത്സരിക്കുമ്പോഴാണ് തോപ്പിൽ ഭാസിയോട് ആരോ പറഞ്ഞു, പിന്നെ മന്നത്തെ പോയി കാണണം, NSSന്റെ ആസ്ഥാനത്തെ. അപ്പം തോപ്പിൽ ഭാസി പറഞ്ഞു സൗകര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം വന്ന് എന്നെ കാണട്ടെ എന്ന് പറഞ്ഞു. ഇതാരോ അവിടെ പോയി പറഞ്ഞു കൊടുത്തു. അപ്പം മന്നം പറഞ്ഞത് അവൻ തന്തയ്ക്ക് കുറന്നവനാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഇടമൊക്കെയാണ് കേട്ടോ. പണ്ട് ജവഹർലാൽ നെഹ്റു തെരഞ്ഞെടുപ്പ് വേളയിൽ അതുവഴി പോയപ്പോൾ ആ ജവഹർലാൽ നെഹ്റുവിൻ്റെ വരവിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോന്നിയിലെ ഒരു ജംഗ്ഷൻ മുഴുവൻ ചുമന്ന കൊടിതോരണങ്ങൾ കൊണ്ട് നിറച്ചു. അപ്പം ജവഹർലാൽ നെഹ്റു ചോദിച്ചു, ഇതെന്താ ചൈനയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ അവിടം ചൈന മുക്കെന്നാണ് അറിയപ്പെടുന്നത്. ഇന്നും പ്രശാന്ത് അവിടെ ചെന്നിട്ട് ചോദിക്കേ, ബസ് കയറിയിട്ട് ഒരു ചൈന മുക്കെന്ന് പറഞ്ഞാൽ മതി. ബസ് നിർത്തിയിട്ടും പറയും ചൈന മുക്കാളിറങ്ങാനുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പോഴും അങ്ങനെ അറിയപ്പെടുന്നത്. അങ്ങനെ അപ്പൊ കോന്നിയില് ജനീഷ് കുമാറിനെ ജനീഷ് കുമാർ നിൽക്കുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരായാലും ശരി തന്നെ, അടൂർ പ്രകാശിനെ അവിടെ കൊണ്ടുവന്നാൽ ഇവർക്ക് കോന്നി തിരിച്ചു പിടിക്കാം. കാരണം കോന്നിയിൽ അത്ര വലിയ ജനകീയ മുഖമാണ് അടൂർ പ്രകാശ്. അടൂർ പ്രകാശ് ജയിച്ചു വന്നാൽ ഇവിടെ നല്ല ഒരു മന്ത്രി കൂടിയാകും. ഇനി നമ്മള് ആറന്മുളയിലേക്ക് വാ. ആറന്മുള വലിയ വിവാദത്തിൽ കിടക്കുകയാണ്. ആറന്മുള വീണ ജോർജ് ആണ് അവിടുത്തെ MLA. കേരളത്തിലെ മുഴുവൻ പേർക്കും ഈ മന്ത്രിയെ വേണ്ട, ആറന്മുളയിലുള്ള CPM-കാർക്കും വേണ്ട. നേരത്തെ തന്നെ വലിയ വിഭാഗീയത അവിടെ ഉണ്ട്. കാരണം വീണയെ സംസ്ഥാന സമിതിയിലേക്ക് ക്ഷണിതാവായിട്ട് വീണയ്ക്ക് ഒരു ഇടം കിട്ടി. അതേസമയം അവിടെ നിന്ന് താഴെ തട്ട് തൊട്ട് പ്രവർത്തിച്ച് വളർന്ന ആൾക്കാരെ തഴയുകയും ചെയ്തു. പത്മകുമാറിനെ പോലുള്ളവർക്ക് വലിയ പ്രതിഷേധമുണ്ട്. പത്മകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സമയത്ത് ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ അന്ന് പിണറായി വിജയൻ നോക്കി വെച്ചിരിക്കുകയായിരുന്നു. പത്മകുമാറിന് ശബരിമലയുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അപ്പോൾ യുവതികളെ കൊണ്ടുവരുന്നതിനോട് അദ്ദേഹത്തിന് വലിയ യോജിപ്പൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പം ആറന്മുളയിൽ സാർ, പക്ഷേ 2001 മുതലുള്ള ഒരു കണക്ക് എനിക്കറിയാം. അവിടെ UDF മണ്ഡലം 2001 മാലയത്ത് സരളാദേവി, 2006 ശിവദാസൻ നായർ, 2011 ശിവദാസൻ നായർ, 2016 വീണ അതിനെ അട്ടിമറിച്ചു കൊണ്ടുവരുന്നത്. അത് സഭയുടെ സ്ഥാനാർത്ഥി കൂടിയാണ്, അതുകൂടെ ചേർത്ത് പറയണം. ഓർത്തഡോക്സ് പിന്തുണ 2021 വന്നിട്ട് പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വാങ്ങിച്ചത് വീണ ജോർജ് ആണ്. 19,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഇവിടെ ഒരുപക്ഷെ കോൺഗ്രസിലെ അബിൻ വർക്കിയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെയോ ഇറക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവരെല്ലാം ഓർത്തഡോക്സ് വിഭാഗക്കാരാണ്. ഉമ്മൻചാണ്ടിയുടെ മകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയോടുള്ള ഒരു സ്നേഹപ്രകടനം അവിടെ വോട്ടായി മാറാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വീണ ജോർജിനെതിരെ ഒരു വലിയ ഒരു തരംഗം നിൽക്കുന്നത് വോട്ടാക്കി മാറ്റാൻ വിരുദ്ധ തരംഗം കഴിയും. ഇനിയിപ്പോ അടൂരിലേക്ക് വന്നാൽ, അടൂരിൽ 2021 ചിറ്റയം ഗോപകുമാർ ജയിച്ചത് 2,900 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. കേരളം മുഴുവൻ ഒരു ഭരണവിരുദ്ധ വികാരം നിൽപ്പുണ്ട്. നല്ല സ്ഥാനാർത്ഥിയെ ഇറക്കി കൊടുത്താൽ ഈ അടൂരും, നേരത്തെ റാന്നി പറഞ്ഞതുപോലെ അടൂരും അട്ടിമറി കയ്യിൽ വരും എന്നുള്ളതാണ്. അപ്പൊ ഇനി ലോക്സഭയിലെ തെരഞ്ഞെടുപ്പില് നിയമസഭാ മണ്ഡലങ്ങളിലെ കണക്കുകൂടി ഒന്ന് നോക്കിയേക്കാം. ഇനി തിരുവല്ല കൂടി പറഞ്ഞിട്ട്, തിരുവല്ലയിൽ ഇപ്പോൾ മാത്യു ടി തോമസാണ്. പക്ഷെ അവിടെ കോൺഗ്രസ് ഒരല്പം വേർക്കും. നല്ല സ്ഥാനാർത്ഥി എതിർത്തുകൊള്ളും. കാരണം മാത്യു ടി തോമസ് വലിയ ജനകീയനാണ്.
അതുപോലെ ജനകീയനാണ്, ആ മണ്ഡലത്തിൽ ഒരു അജാത ശത്രുവാണ്, അദ്ദേഹത്തിന് ശത്രുക്കളില്ലാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. മർത്തോമ സഭയുടെ വലിയ ഇടമാണ് തിരുവല്ല. പിന്നെ BJP അവിടെ നല്ല രീതിയിൽ അവിടെ കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു മത്സരിച്ചത് അക്കിരമൺ കാളിദാസ് ഭട്ടതിരിയാണ്. BDJS ആണ്. പിന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ നേടിയ വോട്ട് കൂടി പറയാം. നമുക്ക് ആന്റണിയാണ് ജയിച്ചത്. തോമസ് ഐസക്കും അനിൽ ആന്റണിയുമായിരുന്നു മറ്റ് രണ്ട് കക്ഷികളെ. അതായത് തിരുവല്ലയിൽ 11,421 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട് കോൺഗ്രസിന്. റാന്നിയില് 1,285, ആറുമുളയിൽ 19,000 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട് ആന്റണിക്ക്. കോന്നിയില് 8,508, അടൂരിൽ 2,900. ഇവിടങ്ങളിലെല്ലാം വൻ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ പാർലമെന്റിന്റെ സ്വഭാവമല്ല നിയമസഭയ്ക്കെന്ന് പറയാറുമുണ്ട്. ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇത് ഈ 5-ൽ 4 ജയിക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഒത്തൊരുമയോടുകൂടി പോണം. നല്ല സ്ഥാനാർത്ഥിയെ ഇറക്കിയാൽ നേടിയെടുക്കാൻ കഴിയും. BJPക്കും വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ പേര് പറയുന്നുണ്ട്. കുമ്മനം വരുമ്പോൾ കാര്യങ്ങൾ മാറും ഒന്നുകൂടെ. കാരണം അവിടുത്തെ ശക്തമായ ത്രികോണ മത്സരമാവും. വിമാനത്താവള വിരുദ്ധ സമിതിയുടെ നായകനായിട്ട് നിന്ന ആളാണ്. ക്ഷേത്രങ്ങളുടെയൊക്കെ ഒരു നാടാണ് ഈ ആറന്മുള എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ കുമ്മനത്തിന് സമാഹരിക്കാൻ കഴിയും. അപ്പോൾ ചിത്രം മാറുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.